പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ. വത്സല സഹോദരരെ, ക്രിസ്തുനാഥൻ മരണത്തിലൂടെ ജീവൻ പ്രാപിച്ച ഈ പരിപാവനമായ രാത്രിയിൽ സഭാമാതാവ് ലോകമെങ്ങുമുള്ള തന്റെ മക്കളെ ജാഗരമനുഷ്ഠിച്ച് അഥവാ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ക്ഷണിക്കുകയാണ്. ദൈവവചനം ശ്രവിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടി പെസഹയുടെ അഥവാ കടന്നുപോകലിന്റെ സ്മരണ ആചരിക്കുന്നുവെങ്കിൽ അവിടുന്ന് മരണത്തിന്റെ മേൽ നേടിയ വിജയത്തിന്റെ പങ്കുചേരുകയും അവിടത്തോടൊപ്പം ദൈവത്തിൽ ജീവിക്കുകയും ചെയ്യുവാനും നമുക്ക് സാധിക്കുമെന്ന് നാം പ്രത്യാശിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരൻ വഴി വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ദിവ്യപ്രഭ ചൊരിയുന്ന തീനാളം കൊളുത്തിയ അങ്ങ് ഈ പുത്തൻ തീ വിശുദ്ധീകരിച്ചാലും ഈ പെസഹ മഹോത്സവം വഴി ഞങ്ങളിൽ സ്വർഗീയ അഭിലാഷങ്ങൾ ഉജ്ജ്വലിപ്പിക്കണമേ. ദിവ്യ തേജോമയമായ നിത്യമഹോത്സവത്തിൽ നിർമ്മല ഹൃദയരായി ഞങ്ങൾ വന്നണയുവാനും കൃപയരണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ക്രിസ്തു ഇന്നലെയും ഇന്നും ആദിയും അന്തവും ആൽഫയും ഒമേഗയും അവിടുത്തേതാണ്. കാലങ്ങളും യുഗങ്ങളും അവിടുത്തേക്ക് മഹിമയും ആധിപത്യവും എന്നും എന്നേക്കും. ആമേൻ. കർത്താവായ ക്രിസ്തു തന്റെ മഹിമയേറിയ തിരുമുറിവുകൾ വഴി നമ്മെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകട്ടെ. തേജസ്സോടെ ഉയർത്തെഴുന്നേൽക്കുന്ന ക്രിസ്തുവിന്റെ ദീപ്തിപൂരം ഹൃദയത്തിന്റെയും മനസ്സിന്റെയും കൂരിരുൾ നീക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ പ്രകാശം
ക്രിസ്തുവിൻ പ്രകാശം. കർത്താവിന്റെ സാന്നിധ്യം താങ്കളുടെ ഹൃദയത്തിലും ഹൃദയങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മത്സര സഹോദരെ, സാഘോഷമായ ജാഗരാനുഷ്ഠാനം ആരംഭിച്ചു കഴിഞ്ഞുള്ളൂ. നമുക്ക് സശ്രദ്ധം ദൈവവചനം ശ്രമിക്കാം. ദൈവം എപ്രകാരമാണ് പഴയ നിയമകാലഘട്ടത്തിൽ സ്വന്തം ജനത്തെ രക്ഷിച്ചതെന്നും ഒടുവിൽ കാലത്തിന്റെ തെരുവിൽ തന്റെ ഏകപുത്രനെ അയച്ച് രക്ഷിച്ച് സാധിച്ചതെന്ന് നമുക്ക് ധ്യാനിക്കാം. രക്ഷകരമായ ഈ പ്രസംഗ പ്രഘോഷണം വഴി വീണ്ടെടുക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും ഇരിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ക്രിസ്തുവിന്റെ ഉത്ഥാന ദീപ്തിപൂരത്താൽ പരിപാവനമായ ഈ രാത്രിയെ അങ്ങ് ഭാസുരമാക്കുന്നുവല്ലോ. അങ്ങയുടെ സഭയിൽ ദത്തുപുത്ര സ്ഥാനത്തിന്റെ ഭക്തി ചൈതന്യം പരിപോഷിപ്പിക്കണമേ. നിർമ്മലമായ ആത്മശരീരങ്ങളും കൂടി ഞങ്ങൾ അങ്ങേക്ക് കളതീർന്ന സേവനം അർപ്പിക്കുവാൻ വരം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, പ്രിയ സഹോദരി, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. അങ്ങനെ അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിനു ശേഷം പിതാവിന്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാം പുതിയ ജീവിതം നയിക്കുന്നതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അവന്റെ മരണത്തിന് സാദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവന്റെ പുനരുദ്ധാനത്തിന് സദൃശ്യമായ ഒരു പുനരുദ്ധാനത്തിനും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവന്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു. പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു. ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശുക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. കർത്താവിന്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ കൃതജ്ഞത അർപ്പിക്കുകയും അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ വലത്തുകൈ മഹത്വം
ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. ഞാൻ കർത്താവിന്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയമായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളോടുകൂടെ മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. സാബത്തിന് ശേഷം ആഴ്ചയിൽ 1-ാം ദിവസം രാവിലെ മഗ്ദല മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു. അപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു. അവന്റെ രൂപം മിന്നൽ പിണർ പോലെ ആയിരുന്നു. വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും. അവനെ കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറകൊണ്ട് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല. താൻ അരുൾ ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ. വേഗം പോയി അവന്റെ ശിഷ്യന്മാരോട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടുവെന്നും നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുമെന്നും അവിടെ വച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുവിൻ. ഇതാ, ഇക്കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അവർ കല്ലറ വിട്ട് ഭയത്തോടും സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ വിവരം അറിയിക്കാൻ ഓടി. അപ്പോൾ യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു. അവർ അവനെ സമീപിച്ച് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. യേശു അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. നിങ്ങൾ ചെന്ന് എന്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകണമെന്നും അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക. കർത്താവിന്റെ സുവിശേഷം. ബഹുമാനപ്പെട്ട ആനന്ദച്ച, ബിനുവച്ച, വേണുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന്റെ ഓർമ്മയിലും അനുസ്മരണത്തിലാണ് നാം എല്ലാവരും ആയിരിക്കുന്നത്. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. പരസ്പരം ഒന്ന് കയ്യിൽ കൊടുത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് ഹാപ്പി ഈസ്റ്റർ. എന്തുകൊണ്ടെന്നാൽ കാലിക്കാട് യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. അപ്പൊ നമുക്കിനി ഈസ്റ്ററാണ്. ഇന്നു മുതൽ 50 ദിവസം നമ്മൾ ഒരുങ്ങി ഉപവസിച്ച് പ്രാർത്ഥിച്ചൊക്കെ നോമ്പ് പിടിച്ച് നിന്നിരുന്നത് ഇന്നത്തോടെ അവസാനിക്കുന്നു. സന്തോഷ വാർത്തയാണ് അല്ലേ? ഇന്ന് മുതൽ ചിക്കനും മീനും മുട്ടയെല്ലാം കഴിച്ചവരൊക്കെ ഉണ്ട്. ഞാൻ കഴിച്ചിരുന്നു. അപ്പോൾ പ്രാർത്ഥനകളൊന്നും മുടക്കേണ്ട. പ്രാർത്ഥനകളൊക്കെ വീണ്ടും വീണ്ടും തുറന്നുകൊണ്ട് പോകട്ടെ. കാരണം ഇതാണ് നമ്മുടെ അടിസ്ഥാനപരമായ വിശ്വാസത്തിന്റെ കാതൽ. ഇന്ന് നാം അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉത്ഥാന മഹോത്സവമാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ കാതലായ ഭാഗം. ഓശാന ഞായറാഴ്ചത്തെ തിരുനാളുകൾക്ക് എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്നും സത്യത്തിന്റെ അറിവിലേക്ക് വരണമെന്നും ആഗ്രഹിക്കുന്ന സർവശക്തനായ പിതാവായ ദൈവത്തിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നമുക്ക് ഇപ്പോൾ സമർപ്പിക്കാം. ഉയർപ്പുതിരുന്നാൾ ദിവ്യവേദിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന സ്നേഹപിതാവായ ദൈവമേ, വിശ്വാസികളുടെ കുടുംബമായ തിരുസഭയെ നയിക്കാൻ അങ്ങ് തിരഞ്ഞെടുത്ത് അനുഗ്രഹിച്ച പരിശുദ്ധ പിതാവ് ദൈവ 14 പാപ്പയെ
ലോകം മുഴുവനും ഉള്ള അത്രന്മാരെയും വൈദികരെയും അങ്ങേ ആഴിപ്പാടുള്ള തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. വലിയ ഇടയനായി അങ്ങ് നടന്ന വഴിയെ ഈ വിശ്വാസികളുമായി അനുദിനം നടന്നു മുന്നേറുമ്പോൾ പ്രലോഭനങ്ങളിൽ ഇവർ കാലിടറിൽ വീഴാതിരിക്കാൻ തിരുവചന ദീപം തെളിച്ച് അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സെൽവരാജൻ പിതാവിനെയും എല്ലാ വൈദികരെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവക വികാരിയായ ബിനു വർഗീസ് അച്ഛനെയും എല്ലാ സന്യസ്തരെയും അങ്ങേ ആണിപ്പാടുള്ള തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർ ഏറ്റെടുത്ത ദൗത്യം കൃത്യതയോടെ നിർവഹിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരന്തരമായ ദൈവമേ, ഞങ്ങളുടെ രാഷ്ട്രത്തെ ഭരണാധികാരികളുടെ അങ്ങേക്കൃപയാൽ നിർമ്മിക്കണമേ. നീതിക്കും സമാധാനത്തിനു വേണ്ടി നിലകൊള്ളുന്ന നല്ല നേതാക്കളായി മാറാൻ അവരെ അനുഗ്രഹിക്കണമേ. രാഷ്ട്രത്തിന്റെ പുരോഗതിക്കും വികസനത്തിനും വേണ്ടി പ്രവർത്തിക്കാനുള്ള ഇച്ഛാശക്തി നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾ നസ്രത്തിലെ കുടുംബം പോലെയാകാനും ദൈവവിളി കാരണം ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കപ്പെടാനും ഇടയാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും തങ്ങളുടെ വിളിക്കൽ അനുസൃതമായ സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിത വിശുദ്ധിയോടുകൂടി ക്രൈസ്തവ സാക്ഷ്യം നൽകുവാനുള്ള ആത്മീകവും ഭൗതികമായ ശക്തി പ്രദാനം ചെയ്യണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനുമുള്ള എല്ലാ രോഗികളെയും അനാഥരെയും വിധവകളെയും നിരാലംബരെയും നിർദ്ധരരെയും അങ്ങേ ആണിപ്പാടുള്ള പൊൻകരങ്ങളിൽ സമർപ്പിക്കുന്നു. കുടുംബങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ട് പെരുവഴിയിലായവരെയും വാർദ്ധക്യത്തിൽ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരെയും ഇന്നേ വിധം ആശുപത്രിയിലായിരിക്കുന്നവരെയും അരികിലെത്തി അവരെ ആശ്വസിപ്പിച്ച് അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവനാഥനായ ദൈവമേ, ഈ ഇടവക കുടുംബത്തിൽ നിന്നും വിട്ടകന്ന ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും ആത്മാക്കളെയും ലോകം മുഴുവനുമുള്ള എല്ലാ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കളെയും ആണിപ്പാടുള്ള അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത തെറ്റുകൾ ദയാപൂർവം ക്ഷമിച്ച് ഈ ആത്മാക്കളെ നിത്യ സൗഭാഗ്യത്തിൽ ചേർക്കണമെന്ന് അങ്ങയുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിച്ച് നമ്മുടെ എല്ലാ നിയമങ്ങളും പുതിയതായ യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അഭയവും ശക്തിയുമായ ദൈവമേ, അങ്ങേ സഭയുടെ ഭക്തി നിർഭരമായ പ്രാർത്ഥനകൾ ശ്രമിക്കണമേ. എന്നാൽ കാരുണ്യത്തിന്റെ ഉദയവൻ അത് തന്നെയാണല്ലോ ഞങ്ങൾ വിശ്വാസപൂർവ്വം യാചിക്കുന്നത് ഫലപ്രദമായി ഞങ്ങൾ സംപ്രാപിക്കുവാൻ വരം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. എന്റെയും നിങ്ങളുടെയും സ്നേഹമേ, സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവേ, ഈ ബലിവസ്തുക്കളോടൊപ്പം അങ്ങേ ജനത്തിന്റെ പ്രാർത്ഥനകൾ അങ്ങ് സ്വീകരിക്കണമേ. അങ്ങനെ പെസഹ രഹസ്യം വഴി അങ്ങ് ആരംഭിച്ചത്
അങ്ങേ ശക്തിയാൽ ഞങ്ങൾക്ക് നിത്യ ഔഷധമായി തീരുമാനാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടത് വേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ ഹൃദയങ്ങൾ ഉയർത്തുകയും കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവെ, എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ രാത്രിയിൽ അങ്ങയെ മഹാമഹിമയോടെ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്നാൽ അവിടുന്നാണ് ലോകത്തിലെ പാപങ്ങൾ നീക്കുന്ന യഥാർത്ഥ കുഞ്ഞാട്. അവിടുന്ന് മരിച്ചുകൊണ്ട് ഞങ്ങളുടെ മരണം സംഹരിക്കുകയും ഉദ്ധാനം ചെയ്തുകൊണ്ട് ജീവൻ പുനരുദ്ധരിക്കുകയും ചെയ്തു. ആകയാൽ പെസഹ സന്തോഷത്തിൽ നിറഞ്ഞ ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത സാത്വികന്മാരും മാലാഖ വൃന്ദങ്ങളും അഭിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. അങ്ങ് സത്യമായി പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായ അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശദീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുവൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കുവാൻ കഴിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്നാൽ അവിടെ നിർത്തിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും
വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും വിശ്വാസത്തിന്റെ രഹസ്യം. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കം പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരന്റെ ശരീരങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങൾ അങ്ങേക്കുള്ള നിത്യമായി കാണിക്കയെ തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുത്ത അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്ട ദൈവമാതാവ് ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യയുടെ ഔസപിതാവിനോടും അനുഗ്രഹീതരെ അപ്പോസ്തലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടും അങ്ങേ സന്നിധിയിൽ നിരന്തരം മാധ്യസ്ഥതാൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിനെ ബലി സകലോകത്തിലെ ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനങ്ങളുടെ ലിയോ പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ സെൽവരാജൻ മെത്രാനോടും മെത്രാൻ പദവിയിലോടും വൈദികഗണത്തോടും അങ്ങനെ എഴുതിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്ത സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയണമേ. അങ്ങേ തിരുവിൽ നിൽക്കുവാൻ തിരുവുള്ളമായി കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളയണമേ. കാഞ്ഞവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേല്ലാ മക്കളെയും അങ്ങേക്ക് ദയാപൂർവം വന്നിരിക്കണമേ. ഞങ്ങളുടെ മൃതരഞ്ഞ സഹോദരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് കടന്നുപോയി എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായി ദിവ്യോപദേശത്താൽ രൂപോത്കൃതരായി നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പൂജിതമാകണമേ. കർത്താവേ, എല്ലാ തിന്മകളും നിങ്ങൾ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കൈപാട് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച്
ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളിച്ചത് കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്ത അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിടുതലിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും അനുഗ്രഹീതരാണ്.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ സ്നേഹത്തിന്റെ ചൈതന്യം ഞങ്ങളിൽ ചൊരിയണമേ. അങ്ങനെ പെസഹാ രഹസ്യങ്ങളാൽ പരിപൂഷിതരായവരെ അങ്ങേ കാരുണ്യത്താൽ ഏക മനസ്സാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുകയും രക്ഷകനായ ക്രിസ്തു കന്യാവൃന്ദ ജാതനാകുവാൻ ദൈവം തിരുമനസ്സായി. ക്രിസ്തു വഴി തങ്ങളുടെ സന്താനങ്ങൾക്ക് നിത്യായുസ് ലഭിക്കുമെന്ന പ്രത്യാശ ക്രൈസ്തവ മാതാപിതാക്കളിൽ ആനന്ദം ഉളവാക്കുന്നു. സന്താനലബ്ധിക്ക് ദൈവത്തിൽ നന്ദി പറയുന്ന ഈ മക്കളോടുകൂടി കർത്താവായ ക്രിസ്തു ദൈവത്തെ അനവരതം സ്തുതിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യുമാറാകട്ടെ. ഭൗമികവും സ്വർഗീയവുമായ ജീവന്റെ ഉറവുമായ ദൈവം ദൈവത്തിന്റെ പിതാക്കന്മാരെ അനുഗ്രഹിക്കട്ടെ. ഉപദേശവും ജീവിതമാതൃക വഴി ഭാര്യയുടെ കൂടി മക്കളെ ഏറ്റവും നല്ല വിശ്വാസ പ്രബോധനായി ക്രിസ്ത്യ വിശ്വാസി വളർത്തുവാൻ ദൈവം ഈ പിതാക്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും നമുക്ക് പൊതുജന്മം നൽകിയ സർവശക്തനായ ദൈവം അവിടുത്തെ വിശ്വസ്ത മക്കളായ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് ലഭിച്ച ആധ്യാത്മിക ജീവൻ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരിലും അവിടുത്തെ സമാധാനവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ അവിടുന്ന് ഭക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ.